ന്യായാധിപന്മാരുടെ പുസ്തകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് തുടങ്ങിയത്. ഈ ആഴ്ചയും കൂടെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കേണ്ടതായിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഞാനൊരു ചാർട്ട് നിങ്ങൾക്ക് തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതിനകത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അല്ലേ? 6 എപ്പിസോഡ്സ്, അപ്പോസ്റ്റസി എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്യാഗം എപ്പോഴൊക്കെയാണ് സംഭവിച്ചത്, ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, ഈ കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ വചനം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. എല്ലാവരുടെയും മനസ്സിൽ അതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു. അത് 2-3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 21-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലും നമ്മൾ ആ കാര്യം തന്നെ കണ്ടു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു എന്നൊരു സ്ഥലത്തും ഓരോരുത്തൻ അവനവന് ബോധിച്ചതുപോലെ നടന്നെന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഏകോപിതമായിട്ട് ഫോളോ ചെയ്യാനായിട്ടൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവരുടെ രാജാവ് ആരായിരുന്നു? രാജാവ് ഇല്ലായിരുന്നെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഗോഡ് വാസ് ദെയർ കിങ്. 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ ഗിദെയോൻ അത് പറയുന്നത് നമുക്ക് കാണാം. ഗിദെയോനോട് രാജാവാകാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ 8:23. ഗിദെയോൻ അവരോട് ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, എൻ്റെ മകനും ആകുകയില്ല. യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. യഹോവ ഈസ് യുവർ ഗോഡ്. യഹോവയാണ് നിങ്ങളുടെ രാജാവ്. അപ്പോൾ ആ യഹോവയുടെ രാജ്യത്വം വിസിബിളായിട്ട് അവർക്ക് കാണാൻ കഴിയാതിരുന്നത് കൊണ്ട് അവരവർക്ക് തോന്നിയതുപോലെ നടക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടായി. അത് വലിയൊരു കുഴപ്പമായി പോയെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലെഫ്റ്റ് ടു അവർ സെൽസ്, നമ്മളെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ കേസ് ഏതാണ്ട് ഇതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരെയും അവരവരെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ട് കഴിയുമ്പോൾ നമ്മളെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരാളില്ലെങ്കിൽ പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു ടെൻഡൻസി വരും. പക്ഷേ യേശു എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവാണ്. ഹീസ് മൈ കിങ്, ഹീസ് മൈ ലോഡ്. ഞാൻ അവനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവിനെ നമുക്ക്, അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസിൻ്റെ ബുക്ക് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്ത് തരുന്നതുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോട്ടും ചാർട്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഈ ആഴ്ച ഞാൻ നിങ്ങളെ ബുക്കിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോട്ടും ചാർട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ചാലും തിരക്കേട്ടില്ല. അതൊക്കെ വീട്ടിൽ പോയി സ്വയം പഠനത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ പുസ്തകം തുറന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. 1-1 അധ്യായത്തിൻ്റെ 1-ാം വാക്യം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതായെങ്കിലും നമുക്ക് ഒന്നുകൂടെ വായിച്ച് തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും പുസ്തകം എടുത്താൽ അതിൽ ചില വാക്യങ്ങൾ വായിച്ച് ഒരു ക്രമാനുഗതമായ തരത്തിൽ മുമ്പോട്ട് പോകാം. യോശുവയുടെ മരണശേഷം, അപ്പോൾ തുടങ്ങുന്നത് യോശുവയുടെ മരണശേഷം. സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ബുക്ക് കണ്ടെയ്ൻസ് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ ഫ്രം ദ ഡെത്ത് ഓഫ് ജോഷുവ ടു ദി അസെൻഷൻ ഓഫ് സോൾ. അല്ലേ? യോശുവയുടെ മരണം മുതൽ ശൗലിൻ്റെ സ്ഥാനാരോഹണം വരെയുള്ള കാലഘട്ടമാണ് ഈ പുസ്തകത്തിലെ വിഷയം. ആകെ എത്ര കൊല്ലം ഉണ്ടെന്നാണ് പറഞ്ഞത്? 350 years. 350 കൊല്ലത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാമത് അവർ ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നു. ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ യഹോവയോട് ചോദിച്ചു, ഞങ്ങളിൽ ആരാണ് കനാന്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ആദ്യം പുറപ്പെടേണ്ടത്? അപ്പോൾ ഈ കനാന്യരോടുള്ള യുദ്ധമൊന്നും ഇതുവരെ തീർന്നില്ലേ? നമ്മൾ കഴിഞ്ഞ പുസ്തകം പഠിച്ചപ്പോൾ, നിങ്ങൾ കഴിഞ്ഞ പുസ്തകം പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പുസ്തകത്തിൽ എന്താ വായിച്ചത്? ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സമാധാനം വന്നു. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല. ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദിച്ചത് എന്താണ്? കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് ആര് എന്നവർ യഹോവയോട് ചോദിച്ചു. അപ്പോൾ യുദ്ധം തീർന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു, യോശുവയുടെ പുസ്തകം പഠിച്ചായിരുന്നു ഇനിയും വളരെ സ്ഥലം നിങ്ങൾക്ക് കൈവശമാക്കുവാൻ ഉണ്ട്, പിടിച്ചടക്കാൻ ഉണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അതുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യണം. ക്രിസ്തീയ ജീവിതത്തിൽ യുദ്ധം ഒരിക്കലും തീരില്ല. നമുക്ക് പോരാട്ടം നിരന്തരം ഉണ്ട്. ഒരു യുദ്ധം തീരുമ്പം മറ്റൊരു യുദ്ധം ഉണ്ടാവും. ആളുകളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്, ജഡരക്തങ്ങളോടല്ല. മറ്റെല്ലാവർക്കും അറിയാം, ഉണ്ടെന്നറിയാം. നമുക്ക് ജഡരക്തങ്ങളോട് ഒരു പോരാട്ടവും ഇല്ല. എന്നാൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഒക്കെ ഇടയ്ക്ക് ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല, ഒരു യുദ്ധക്കളമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ പ്ലേ ഗ്രൗണ്ട്, ഇറ്റ്സ് എ ബാറ്റിൽ ഗ്രൗണ്ട്. അതുകൊണ്ട് നമുക്ക്
യുദ്ധം ചെയ്ത് മാത്രമേ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം അത് അനുവദിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ പോരാട്ടം കഴിക്കുക. വി നീഡ് ടു ഫൈറ്റ് ദ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അപ്പോൾ അങ്ങനെ ഒരു നല്ല പോരാട്ടം പോരാടുന്നതിനായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം രാജാവായിട്ടിരിക്കുമ്പോൾ ഈ യുദ്ധങ്ങൾ ജയിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ജനം പലപ്പോഴും ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അല്ലെ അവർ ബാൽ വിഗ്രഹങ്ങളെ, അസ്തേരോത്ത് പ്രതിഷ്ഠകളെ ഒക്കെ സേവിക്കുന്നതിനായിട്ട് പോയി. ദൈവത്തിന് അവരെ കൈവിട്ട് കളയേണ്ടതായിട്ട് വന്നു. പിന്നെ എന്തായിരുന്നു യുദ്ധമെന്നും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോയെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് നമുക്ക് 2-ാം അധ്യായം ചില വാക്യങ്ങൾ ഇവിടെ ആദ്യം തുടങ്ങുന്നത് നല്ലതാണ്. യഹൂദ പുറപ്പെട്ടെന്ന് പറഞ്ഞു, യഹൂദ പുറപ്പെട്ടു, ദൈവം ജയം കൊടുത്തു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ. 6-ാം വാക്യം. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു, ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞ് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ ദൈവത്തെ ഫസ്റ്റ് ഹാൻഡായിട്ട് അറിഞ്ഞിരുന്ന ആളുകളുടെ കാലത്തൊക്കെയും ജനം ദൈവത്തെ സേവിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാ ആളുകളും ദൈവവുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധത്തിൽ വേണം ജീവിക്കാൻ. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും എൻ്റെ അപ്പച്ചൻ വിശ്വാസിയായിരുന്നു, എൻ്റെ അമ്മ എന്നോട് വിശ്വാസത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ദൈവത്തോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം വേണം. അല്ലെങ്കിൽ ആരോ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിന് കൊച്ചുമക്കളില്ല. ഗോഡ് ഹാസ് നോ ഗ്രാൻഡ് ചിൽഡ്രൻ ബട്ട് ഹി ഹാസ് ഓൺലി ചിൽഡ്രൻ. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം ദൈവമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ, ഇവിടെ നമ്മൾ വായിച്ച അങ്ങനെയാണ്. അങ്ങനെ ദൈവമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമുള്ള ആളുകൾ ഉണ്ടായിരുന്ന കാലത്തോളം അവർ ദൈവത്തെ സേവിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചോ? 7-ാം വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. അപ്പോൾ നമ്മുടെ സഭകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ നേരിട്ടുള്ള ദൈവാനുഭവമുള്ള മൂപ്പന്മാർ അല്ലെങ്കിൽ മാതൃക കാണിച്ചു തരാൻ പറ്റിയ ആളുകൾ നമുക്ക് ആവശ്യമാണ്. അത് കാണുമ്പോഴാണ്, കാരണം മനുഷ്യർക്ക് എപ്പോഴും ഒരു റോൾ മോഡലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരാളെ നോക്കിക്കൊണ്ടിരിക്കും. എത്ര ദൈവത്തെയൊക്കെ പിൻപറ്റണമെന്ന് പറഞ്ഞാലും പീപ്പിൾ വിൽ ലുക്ക് ടു പീപ്പിൾ, ആളുകളിലേക്ക് നോക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു മാതൃക, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കണം. ഞാൻ നിങ്ങളോട് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ദ ബൈബിൾ കണ്ടെയ്ൻസ്, ഇടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിയാനായിട്ട്, ബയോഗ്രഫി ഓഫ് ഹൗ മെനി പീപ്പിൾ? 2930 പീപ്പിൾ. 2930 ആളുകളുടെ ജീവചരിത്രം ബൈബിളിനകത്തുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളെ പോലെ ആയാൽ മതിയെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നമുക്ക് വേറെ ആരെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരാളെ പോലെ, ഹാനോക്കിനെ പോലെയോ നോഹയെ പോലെയോ അബ്രഹാമിനെ പോലെയോ മോശയെ പോലെയോ, നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാണ് ഇത്രയധികം ബയോഗ്രഫീസ് ബൈബിളിനകത്ത്. എനിക്ക് ഉൽപ്പത്തി പുസ്തകം മുഴുവൻ മനസ്സിലായില്ല, ഈ ന്യായപതിന്മാരുടെ പുസ്തകം ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഗിദെയോനെക്കുറിച്ച് മനസ്സിലാകാതിരിക്കുകയല്ല, ശിംശോനെക്കുറിച്ച് മനസ്സിലാകാതിരിക്കുകയല്ല, ശരിയല്ലേ? ദെബോരയെക്കുറിച്ച് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇങ്ങനെ ദർ ആർ more than 2900 people pictured in the Bible. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ, അവരെ പോലെയൊക്കെ ആകാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവഭക്തന്മാരായ ധാരാളം ആളുകളുടെ ജീവചരിത്രം ഉണ്ട്. നമ്മളും അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞിട്ട് ഇനി അത് പൂരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. അപ്പോൾ നമ്മളും റോൾ മോഡൽസ് ആയിരിക്കണം. ഐനയാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ കണ്ട് ഷാരോനിലും ലുദ്ദയിലും ഒക്കെയുള്ള അനേകം ആളുകൾ എങ്ങോട്ട് തിരിഞ്ഞു? ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. നമ്മളെ കാണുന്നവരും ക്രിസ്തുവിലേക്ക് തിരിയാനിടയാകണം. അങ്ങനെ ഒരു കൂട്ടം മൂപ്പന്മാർ അവിടെ ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ താഴോട്ട് വരുമ്പോൾ 10-ാം വാക്യത്തിൽ, പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ദൈവത്തെ നേരിട്ട് പരിചയമില്ലാത്ത ഒരു തലമുറ ഉണ്ടായി. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തലമുറ ഉണ്ടായി. 11-12 വാക്യങ്ങൾ. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. കണ്ടോ, പെട്ടെന്ന് കാര്യം മാറുന്നത് കണ്ടോ? ദൈവത്തെ പരിചയമില്ലാത്തൊരു തലമുറ വന്നപ്പോഴത്തേക്കും അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു.
വായിക്കാം. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു, തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശത്തു നിന്നും കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. യഹോവയെ ഉപേക്ഷിച്ചു. ആ പ്രയോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. യഹോവയെ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു, യഹോവയെ കോപിച്ചു. അത് ചെയ്യരുതെന്ന് ആവർത്തിച്ച് ദൈവം പറഞ്ഞാണ് ഇവരെ ഇങ്ങോട്ട് വിട്ടിരുന്നത്. മോശ പറഞ്ഞു, യോശുവ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ചുറ്റുമുള്ള ജാതികളുടെ ദൈവങ്ങളെ ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്, സേവിക്കരുത്, നിങ്ങൾ അവരോട് ഇടകലരരുത്, വളരെ പ്യുവറായിട്ടുള്ളൊരു ജീവിതം നയിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകളും അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലഘട്ടം ആയപ്പോഴത്തേക്കും അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ ഉപേക്ഷിച്ചു, അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. 14-ാം വാക്യം, യഹോവയെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കൾക്ക് മുമ്പാകെ നിൽക്കുവാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് ദേശം തരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും, ശത്രുക്കളെയും ഞാൻ നിന്റെ കയ്യിൽ തരും. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം മറക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ യോശുവയുടെ പുസ്തകം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ നിനക്ക് ദേശം തരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും, അവിടെയുള്ള ശത്രുക്കളെയും ഞാൻ നിന്റെ കയ്യിൽ തരും. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? അവർ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞായിരുന്നു, നിങ്ങളങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ദേശത്ത് മുഴുവൻ ചിതറിച്ച് കളയും. അപ്പോൾ ആ പ്രവചനങ്ങൾ പെട്ടെന്ന് തന്നെ നിവൃത്തിയാകുന്നു എന്നുള്ള കാര്യമാണ് കാണേണ്ടത്. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ശത്രുക്കൾ അവരെ കീഴടക്കി. അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോഴാണ് 16-ാം വാക്യം, എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു. അപ്പം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചത് ഇങ്ങനെയുള്ള ശത്രുക്കളുടെ നയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവർ പിന്നെ എന്ത് ചെയ്തു? 17-ാം വാക്യത്തിൽ അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ, കണ്ടോ, അവരുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. വായിക്കാം. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്നും വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. വേഗം മാറി കൽപ്പന അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. 18-ാം വാക്യം, യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപന്മാരോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എങ്ങനെ രക്ഷിച്ചത്? യഹോവ ന്യായാധിപനോട് കൂടെ ഇരുന്ന്, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവരെ രക്ഷിക്കുക ചെയ്യുന്നത്. അങ്ങനെ ന്യായാധിപന്മാരുടെ കൂടെ ഇരുന്ന് രക്ഷിച്ചു. എന്നാൽ ന്യായാധിപന്മാരില്ലാതായപ്പോഴത്തേക്ക് തുടർന്ന് വായിച്ചാൽ, തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവൃത്തികൾ ദുശാഠ്യം നടപ്പും വിടാതിരിക്കും. അപ്പോൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദ തിങ് കംസ് ടു 22, 22-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കാണാനായിട്ട്. യോശുവ മരിക്കുമ്പോൾ വിട്ടിട്ട് പോയ ജാതികൾ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. അപ്പോൾ എല്ലാ ജാതികളെയും നീക്കിക്കളയാതെ കുറേയൊക്കെ ദൈവം വെച്ചിരുന്നു. എല്ലാത്തിനും വേണമെങ്കിൽ ദൈവത്തിന് ഒറ്റയടിക്ക് നീക്കി കളയാമായിരുന്നു. നീക്കി കളയാതെ കുറേയൊക്കെ വെച്ചിരുന്നു. അതിന് വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഉദ്ദേശം? 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ വായിക്കാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനും യഹോവ വെച്ചിരുന്ന ജാതികളായിരുന്നു ഇത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമാണ്, ദൈവത്തിന്റെ ഒരു പർപ്പസ് ആണ് ദാറ്റ് വി നീഡ് ടു ഫൈറ്റ്, അല്ലേ? ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ്. നല്ല പോരാടണം എന്നുള്ളത് ഗോഡ് എക്സ്പെക്ട്സ് us ടു ഫൈറ്റ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രിസ്ത്യ ജീവിതം കളിക്കളമല്ല, ബാറ്റിൽ ഫീൽഡാണ്, പോരാട്ട ജീവിതമാണ്. നമുക്ക് പിശാചിനോട് ഇഞ്ചോടിഞ്ച് പോരാടി മാത്രമേ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. പാപത്തിൻ്റെ ചതിയും പിശാചിൻ്റെ ആക്രമണങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും വരുമ്പോൾ വി നീഡ് ടു ഫൈറ്റ് ആൻഡ് ഗോ ഫോർവേഡ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി കുറേ ജാതികളെയൊക്കെ ദൈവം എന്ത് ചെയ്തിരുന്നു? നീക്കിക്കളയാതെ വെച്ചിരുന്നു. അപ്പോൾ ഇവരുടെ മനോഭാവം അതിനോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെ പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ 19-ാം വാക്യം, യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മലനാട് കൈവശമാക്കി,
എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. ആ വാക്യം നിങ്ങൾ ട്രാൻസ്ലേഷൻ ഇച്ചിരി മാറ്റി വെച്ചാൽ വേറെ ചില ട്രാൻസ്ലേഷൻസ് ഒക്കെ എടുത്ത് നോക്കണം. ചിലരോട് സംശയം ചോദിപ്പം ഇരുമ്പ് രഥം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് നീക്കിക്കളയാൻ കഴിഞ്ഞില്ല എന്നല്ല, അവർ നീക്കി കളഞ്ഞില്ല എന്നാണ്. അവർ നീക്കി കളഞ്ഞില്ല. ദേ വർ നോട്ട് ഏബിൾ ടു എന്നല്ല പറഞ്ഞേക്കുന്നത്, ദേ ഡിഡ് നോട്ട്. കാരണം ഈ ഇരുമ്പ് രഥങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു യോശുവയുടെ പുസ്തകങ്ങൾ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെടുത്തി വായിച്ചാൽ യോശുവ 17:16-18 ഇരുമ്പ് രഥങ്ങൾ അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ യോസഫിൻ്റെ മക്കൾ മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത്ശെയാനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരകളിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യരൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്നവർ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ടു ജോഷുവ. പീപ്പിൾ ഇൻ ദ വാലി ഈസ് ഹാവിങ് ഇരുമ്പ് രഥങ്ങളുണ്ട്. സോ വാട്ട്? അടുത്ത വാക്യം എന്താ പറയുന്നത്? യോശുവ യോസഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിങ്ങൾക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങൾ നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാർ ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. നിങ്ങളെ നീക്കി കളയണം. കളയരുതെന്നല്ല പറഞ്ഞത്, അവരെ നീക്കി കളയണം. അത് നമ്മുടെ ആശ്രയം ഇരുമ്പ് രഥത്തിലും കുതിരകളിലും ഒന്നുമല്ല. അതൊന്നും നമുക്ക് വേണ്ട. അവർക്കങ്ങനെ പലതും കാണും. നിങ്ങളവരെ നീക്കി കളയണം. എന്നാൽ ഇവിടെ 19-ാം വാക്യത്തിൽ പറഞ്ഞത് അവർ നീക്കി കളഞ്ഞില്ല. കാരണം ഈ ഇരുമ്പ് രഥങ്ങൾ അവർക്ക് കിട്ടിയാൽ, ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇഫ് ദേ ഗെറ്റ് ദീസ് ചാരിയറ്റ്സ് ദെൻ ദേ ക്യാൻ യൂസ് ഇറ്റ് എഗൻസ്റ്റ് എനിമീസ്. അവർക്ക് ഈ രഥങ്ങൾ കിട്ടിയാൽ മറ്റ് ശത്രുക്കളുടെ എതിരെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് അവർ നീക്കിക്കളയാതെ അതെല്ലാം 19-ാം വാക്യം മാത്രം വായിച്ചത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഞാൻ കൂടുതൽ വാക്യങ്ങൾ വായിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആശയം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് 21-ാം വാക്യം ബെന്യാമിൻ മക്കൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇരുമ്പുരഥം വന്ന് തടസ്സം ഉണ്ടാക്കി. നമുക്ക് കൂടുതൽ വായിക്കാം. 21-ാം വാക്യം. ബെന്യാമിൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബ്യൂസരെ നീക്കി കളഞ്ഞില്ല. അണ്ടർലൈൻ, നീക്കി കളഞ്ഞില്ല. 27-ാം വാക്യം. മനശ്ശെ ബേത്ത്ശയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, തനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഇബ്ലയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, മെദിഗോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അപ്പോൾ ഇനി വായിക്കേണ്ട വാക്കെന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. എന്താണ്? നീക്കിക്കളഞ്ഞില്ല. ബാക്കിയൊക്കെ നാക്കൊടിയുന്നതാണെങ്കിലും നിങ്ങൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വാക്ക് നോക്കുക, ഞാൻ ഇനി പറയുന്ന വാക്യങ്ങളിലൊക്കെ അതുണ്ടോയെന്ന് നോക്കുക. 28. ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കാനാന്യരെ മുഴുവൻ നീക്കിക്കളയാതെ. 29. കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. 30. പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. 31. രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. 33. നീക്കിക്കളയാതെ. സോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വായിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രയോഗം ദേ ഡിഡ് നോട്ട് റിമൂവ് ദം. അവരെ റിമൂവ് ചെയ്തില്ല. നീക്കിക്കളഞ്ഞില്ല. എന്തുകൊണ്ട് നീക്കിക്കളഞ്ഞില്ല? ഞാനിപ്പോൾ നീക്കിക്കളഞ്ഞില്ല എന്നുള്ള പദം മാത്രം വായിച്ചതുകൊണ്ട് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വാക്യത്തിലേക്ക് നോക്കിയാൽ, ശരിക്കും നോക്കിയാൽ എന്തുകൊണ്ട് നീക്കിക്കളഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. എന്തുകൊണ്ടാണ് നീക്കിക്കളയാതിരുന്നത്? 30-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ. സെബുലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയ വേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. 28-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവൻ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് നീക്കിക്കളയാതിരുന്നത്? വെറുതെ എന്തിനാ ഇതിനെയൊക്കെ കൊന്നുകളയുന്നത്? ഇതിനൊക്കെ ഒരു പ്രയോജനം ഉണ്ടെന്നേ അല്ലേ? ഇതിനെയൊക്കെ നമുക്ക് ആ ഇരുമ്പ് രഥം നീക്കിക്കളയേണ്ട, അത് നമുക്ക് പ്രയോജനമുണ്ട്, നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനെ സൂക്ഷിച്ചു. ഇവർ തന്നെ നേരത്തെ ഈജിപ്തിൽ അടിമകളായിരുന്നു. അപ്പം നമ്മൾ ഈ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാഗിങ് നിർത്തണമെന്ന് പറഞ്ഞാലും പിള്ളേർ നിർത്തുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ റാഗ് ചെയ്ത് അവർ പണി തിരിച്ചു കൊടുത്തിട്ട് ഇനി നിർത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും റാഗിങ് അതെന്താ നിൽക്കാത്തത്? എല്ലാവരും അനിയന്മാർക്ക് പണി കൊടുത്താണ് പോകുന്നത്. നിയമം ഇല്ലാഞ്ഞിട്ടല്ല, ഇത് തെറ്റാണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ റാഗ് ചെയ്തു. അപ്പം ഞങ്ങളും കൂടെ ഒന്ന് റാഗ് ചെയ്ത് വെച്ച് പിന്നെ അടുത്ത ബാച്ച് നിർത്തിക്കോട്ടെ, അടുത്ത ബാച്ചുകാരൻ പറയുന്നത് അടുത്തവർ നിർത്തിക്കോട്ടെ. സോ ഇതിങ്ങനെ എൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവർ ഊഴിയ വേലക്കാരായിരുന്നു. അതൊക്കെ അവർ കേട്ടിട്ടുണ്ട്.
അപ്പോൾ അവർ ഇപ്പോൾ വിചാരിച്ചു നമ്മളെന്തിനാ ഊഴിയവേല നിർത്തുന്നത്, ഇവരെ കൊണ്ട് വീട്ടുപണി ചെയ്യിക്കാനും വിറക് വെട്ടിക്കാനും വെള്ളം കോരിക്കാനും വെള്ളം തിരിക്കാനും കളയെടുക്കാനും ഒക്കെ നിർത്തിയേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പണികൾ നടന്നു കിട്ടും, വെറുതെ എന്തിനാ ഇവരെയൊക്കെ. പക്ഷെ അവർ ഈ പണിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ ആശയങ്ങളും കൂടി നമുക്ക് വിതരണം ചെയ്യുമെന്നുള്ള കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ദൈവം എന്ത് പറഞ്ഞത്, അവരെ പൂർണ്ണമായി അതുപോലെ തന്നെ ഇരുമ്പ് രഥങ്ങളൊക്കെ കാണുമ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, അതുകൊണ്ടാണ് ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. അത് ആശ്രയിക്കേണ്ട, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, ദൈവം മാത്രം മതി എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ദൈവം പറഞ്ഞ് ഇതിനെല്ലാം നീക്കിക്കളഞ്ഞേക്കാൻ. കാട് വെട്ടി തെളിക്കണം, രഥങ്ങൾ നീക്കിക്കളയണം, എല്ലാ എനിമീസിനെയും നിങ്ങൾ മാത്രം മതി, നിങ്ങളൊരു സെപ്പറേറ്റ് ജനതയാണ്, നിങ്ങൾ മറ്റുള്ളവരുമായി ഇടകലരാനും അവരുടെ ആശയങ്ങൾ പഠിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇടപാടുകൾ നടത്തുമ്പോൾ അറിയാതെ അവരുടെ ആശയങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ മെയിൻ വാക്യം പറഞ്ഞായിരുന്നു, അവിശ്വാസികളുമായി ഇണയല്ലാപ്പിണ കൂടരുത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ അവർ നമ്മൾ ആ കാര്യങ്ങളിൽ മാത്രമല്ല ആശയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ ഇങ്ങേപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഗ്രഹിക്കുകയുള്ളൂ. അപ്പുറത്ത് വേറെ ഒരുത്തനാണ് നിൽക്കുന്നതെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതറിയാതെ നമ്മളെ ബാധിക്കും. ദെയർഫോർ യു മസ്റ്റ് ബി കെയർഫുൾ. അതിനെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, നീക്കിക്കളയണം. പക്ഷേ ഇവരത് നീക്കിക്കളഞ്ഞില്ല എന്നുള്ളത്, അവരെ നീക്കിക്കളഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയേണ്ട എല്ലാം, ഏറ്റവും ചെറിയതെന്ന് നമ്മൾ വിചാരിക്കുന്ന പാപം പോലും ദൈവത്തിന്, ഞാൻ കാലത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അതൊരു കൊച്ചു കാര്യമല്ലേ, തീരെ ചെറുതല്ലേ, ഒരു ബലഹീനതയല്ലേ, ഒരു വീഴ്ചയല്ലേ, അതിനെല്ലാം നീക്കിക്കളയണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവരങ്ങനെയുള്ള ഒന്നുമായിട്ടും ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാറ്റിനെയും നീക്കിക്കളയണം എന്നാണ് ദൈവം അവരെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളത് അവരുടെ അനുസരണക്കേടിനെയാണ് കാണിക്കുന്നത്. അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് ശാഠ്യം കാണിച്ചു, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല. നമുക്ക് ക്ലിയർ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവം പറഞ്ഞതുപോലെ ചെയ്തില്ല, അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തിനെതിരായിട്ട് അവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ മുമ്പിൽ വന്നു, അതവർക്ക് വിനയായി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് ഇടയ്ക്ക് പോയി ഇതൊക്കെ പറഞ്ഞിരുന്നോ എന്നറിയാനായിട്ട് ചില കാര്യങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. 15-ാം അധ്യായത്തിൻ്റെ 63, യോശുവ പഴയ പുസ്തകത്തിലേക്ക് തിരിച്ചു പോകുന്നത് നല്ലതാണ്. 15-ന്റെ 63, യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. അപ്പം അതാണ് കുഴപ്പമുണ്ടായത്. അവരെയൊക്കെ നീക്കി കളയണമെന്ന് പണ്ടേ പറഞ്ഞിരുന്ന, പക്ഷെ അവർ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരതിന് ശ്രമിച്ചില്ല, അവരതിന് ആഗ്രഹിച്ചില്ല. കാരണം യോശുവയുടെ കാലത്ത് ഓവർകം ദി എനിമീസ്, എല്ലാവരെയും അതിജീവിക്കാൻ ദൈവം ആവശ്യമായ എല്ലാ വഴികളും തുറന്നു വെച്ചിരുന്നു. പക്ഷേ ഇവർക്ക് അതിനുള്ളൊരു വില്ലിങ്നെസ്, അതായത് വി നീഡ് ടു കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്ന ആളാണെങ്കിലും നാം ദൈവത്തോട് എന്ത് ചെയ്യണം, സഹകരിക്കണം. സഹകരിച്ചെങ്കിലേ ദൈവത്തിന് നമുക്ക് ജയം പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. നീ ഇന്നത് കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. ഇന്നടുത്ത് ഇപ്പം ഗിദെയോനോട് പറഞ്ഞില്ലേ, നിങ്ങൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എല്ലാം വായിപ്പിക്കുന്നില്ല, ഇത്രയും പേര് വേണ്ട, കുറച്ച് പേര് മതി, അവരെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞില്ലേ. എൻ്റെ അവസാനം എന്ത് പറഞ്ഞു, ഒരു പന്തം എടുക്കണം, ഒരു കുടം എടുക്കണം, അതും പിടിച്ചുകൊണ്ട് നിൽക്കണം, നിങ്ങൾ ഒരാൾ പാളയത്തിൻ്റെ അവിടേക്ക് ചെല്ലണം, അവർ പറയുന്നത് എന്താണ്. അപ്പോൾ ഇങ്ങനെ ദൈവം അവരെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഗൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്തോളാം എന്നവർ വിചാരിച്ചാൽ കാര്യം നടക്കത്തില്ല. അതാണ്, ദൈവമാണ് അവരുടെ രാജാവ്, ദൈവമാണ് അവരുടെ ഇൻസ്ട്രക്ടർ. അത് കൃത്യമായിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ഫോളോ ചെയ്തപ്പോഴാണ് അവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാതിരുന്നപ്പോൾ നീക്കിക്കളയാനായിട്ട് അവർക്ക് പറ്റാതെ പോയിട്ടുണ്ട്. യോശുവ 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഇസ്സഖാരിലും ആശേരിലും മനശ്ശയ്ക്ക് ബേത്ശയാനും അതിൻ്റെ അധീന നഗരങ്ങളും, ഇബ്ളയാമും അതിൻ്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, താനാക്ക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, മെദിഗോ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനത്തെ ഒത്തിരി നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞില്ല. അവിടെയും ഇവിടെയും കാണാം. കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മനസ്സുണ്ടായില്ല, അവരെ എന്താക്കി, ഊഴിയ വേലക്കാരായി. അവർ ഇവരുമായിട്ട് ഇടകലർന്ന് ഒരുമിച്ച് ജീവിക്കുവാൻ അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. പക്ഷേ നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സങ്കീർത്തനത്തിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ദർ ആർ ഹിസ്റ്റോറിക്കൽ സാംസ്, ചരിത്ര സങ്കീർത്തനങ്ങളുണ്ട്. ആ ചരിത്ര സങ്കീർത്തനങ്ങളിൽ
ഇവർക്ക് പറ്റിയ അബദ്ധങ്ങളെയെല്ലാം അപഗ്രഥിക്കുന്നുണ്ട്. അപഗ്രഥിക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിലിരുന്ന് എന്തായിരുന്നെന്നും ദൈവം ആഗ്രഹിച്ചത് എന്തായിരുന്നെന്നും ഇവരെങ്ങനെ അപകടത്തിലായി എന്നൊക്കെ പറയുന്നു. അത് 104 മുതലുള്ള സങ്കീർത്തനങ്ങളിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. നമുക്ക് 106 സങ്കീർത്തനം എടുക്കാം. 106 സങ്കീർത്തനം 34 വരാം. യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. കണ്ടോ, യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ കണ്ടോ എല്ലാവരും നശിപ്പിച്ചില്ല. പിന്നെ അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. അതിനാണ് അവരെ നശിപ്പിക്കാതിരുന്നത്. കാരണം ഇവരുണ്ടെങ്കിൽ അവരുടെ ഇടപാടുകളൊക്കെ ഇവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അപ്പോൾ അവരുടെ ടെക്നോളജിയൊക്കെ ഇവർ പഠിച്ചെടുത്തു. ഇത് പഠിക്കരുത്, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തും ചെന്ന് ചേരുന്ന സ്ഥലത്തും ഉള്ളതൊന്നും കണ്ടുപിടിക്കരുത്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യമാണ്, നിങ്ങൾ ചെന്ന് ചേരുന്ന സ്ഥലത്തുള്ള ആരുടെയും ഒരു കാര്യവും കണ്ട് പഠിക്കരുത്, അവരോട് ഇടകലരരുത്, അവരെ എല്ലാം നീക്കിക്കളയണം. പക്ഷെ ഇവരിപ്പോൾ എന്ത് ചെയ്തെന്നാണ് നമ്മൾ വായിച്ചത്? അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു, അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. കണ്ടോ, അത് അവർക്കൊരു കെണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ കുറ്റമില്ലാത്ത രക്തം, പുത്രിപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു. ഇതാണ് കൃത്യമല്ലാത്ത കാര്യം, അകൃത്യമെന്ന് പറഞ്ഞത്. അവരുടെ ക്രിയകളാൽ അവർ മലിനപ്പെട്ടു. പക്ഷെ ജാതികൾ ബലി അർപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ നരബലി അർപ്പിച്ചെന്ന്. ഇവരുടെ വിഗ്രഹങ്ങൾക്ക്, ഇവരുടെ ദേവന്മാർക്ക് ഇവരുടെ മക്കളെ കൊണ്ടുപോയി. ചോദ്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ എന്തുമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലായില്ലേ? എന്തുമാത്രം അധപ്പതിച്ചു പോയി എന്നുള്ളത് കാണുക. ജാതികളോട് ഇടകലർന്ന് അവരുടെ കാര്യങ്ങളെയൊക്കെ പഠിച്ചു. പുത്രിപുത്രന്മാരെ അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. അവരുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. നമ്മൾ ദൈവം ഇത്ര പെട്ടെന്നങ്ങ് കോപിച്ചോ എന്ന് ചിലരൊക്കെ ചിന്തിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു, പെട്ടെന്നങ്ങ് കോപിക്കാൻ ദൈവം എന്താ മുൻകോപം മൂക്കിൻ്റെ അറ്റത്തിരിക്കുകയായിരുന്നോ? അല്ല, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മക്കളെയും മറ്റും കൊണ്ടുപോയി ബലി പിന്നെ ദൈവത്തിന് കോപം വരാണ്ടിരിക്കുമോ? ദൈവം തീരെ ആഗ്രഹിക്കാത്ത ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഇവർ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെയൊക്കെ ബലി കഴിച്ച് ഈ അന്യദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. ദൈവം കോപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ദൈവം അവരോട് കോപിച്ചത്. അതുകൊണ്ട് 40-ാം വാക്യം, അതുകൊണ്ട് യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിച്ചു. അവൻ തൻ്റെ അവകാശത്തെ വെറുത്തു. അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പകച്ചവർ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇനിയത്തെ ശ്രദ്ധിക്കുക. പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു. എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവരോട് മത്സരിച്ചു. കണ്ടോ, നമ്മൾ രാവിലെ പഠിച്ചതിനോട് വളരെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പലപ്പോഴും ദൈവം അവരെ വിടുവിച്ചു. 1-2 പ്രാവശ്യമല്ല, പലപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവം പലപ്പോഴും അവരെ വിടുവിച്ചു. എങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ദിസ്, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. കണ്ടോ, അവര് ഇൻ ദെയർ തോട്ട്സ്, ഇൻ ദെയർ മൈൻഡ്, ഇങ്ങനെ ദൈവം എന്തിനാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദ തോട്ട് അഗൻസ്റ്റ് ഗോഡ് എന്നാണ് പറഞ്ഞത്. അവരുടെ ആലോചനയാൽ. അവർ പ്രവൃത്തിയൊന്നും ചെയ്തില്ല. പ്രവൃത്തിയൊക്കെ പേടിച്ചപ്പോൾ നിർത്തി കാണും ചിലപ്പം. ദൈവം കോപിച്ചതൊക്കെ കണ്ടപ്പം ദേ സ്റ്റോപ്പ് ഡൂയിങ് തിങ്സ്. പക്ഷേ അവരുടെ ആലോചനയാൽ അവർ ദൈവത്തോട് മത്സരിച്ചു. തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. കൃത്യമല്ലാത്ത പ്രവൃത്തിയും കൃത്യമല്ലാത്ത ചിന്തയും. സിന്നിനെ കുറിച്ച് പഠിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സെൽഫ് അകത്തേക്ക് കയറി വന്നത്. അവരുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. ഇപ്പോൾ ആരാ നല്ലതെന്ന് തോന്നുന്നു? ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം അവരെ കടാക്ഷിച്ചു. എന്നിട്ട് അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു. എന്ത് നിയമം ഓർത്തെന്നാ പറയുന്നത്? തന്റെ മഹാദയപ്രകാരം അനുദപിച്ചു. അല്ല, എന്ത് നിയമം ഓർത്തെന്നായി പറയുന്നത്? ഇവരുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി, കവനന്റ്, ഇവരെ ദൈവം കൊണ്ടുവന്നത് ഒക്കെ ദൈവം ഓർത്തെന്ന്. എന്നിട്ട് അവരോട് ക്ഷമിച്ചു. അവരെ പിന്നെയും സഹായിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെയും ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ
ദൈവം അവരോട് വളരെ മഹാദയപ്രകാരം പിന്നെ അവരോട് കനിവ് തോന്നുമാറാക്കി അവരെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ നാമം പിന്നെയും ദൈവം അവിടെ ഉയർത്തി എന്നൊക്കെ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ ഇടയ്ക്ക് വായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഈ സങ്കീർത്തനത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. 15-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവർ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. അപ്പോൾ അത് എന്താ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12-ാം വാക്യത്തിലേക്ക് പോയാൽ അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു. അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ഇവരുടെ ആലോചനയാൽ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഇതെല്ലാം കണക്ട് ചെയ്യണം. അവരുടെ ആലോചനയാൽ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിന്റെ ആലോചനയ്ക്കായി അവർ കാത്തിരുന്നതുമില്ല. പിന്നെ അവർക്കൊരാലോചന ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? അവരേറ്റവും മോഹിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അബോർഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന്. അവരേറ്റവും മോഹിച്ചു. എന്താ മോഹിച്ചത്? നിർജ്ജന പ്രദേശത്ത് അവരെന്നെ പരീക്ഷിച്ചു. എനിക്ക് അപ്പം തരണം, എനിക്ക് ഇറച്ചി തരണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെന്ന്. ദൈവം അതൊക്കെ കൊടുത്തു. ദൈവം സ്നേഹനിധിയായ പിതാവായതുകൊണ്ട് അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു. പക്ഷേ എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. എല്ലാവരും കാണുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാൻ ചോദിച്ച എല്ലാം ദൈവം തന്നല്ലോ എന്നാ. നല്ലതോ ചീത്തയോ? ആത്യന്തികമായിട്ട് തന്നതെല്ലാം നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് എന്ത് തോന്നുന്നു? അവരുടെ പ്രാണൻ ക്ഷയിച്ചു പോയി. അപ്പോൾ നമ്മുടെ പ്രാണൻ ബലപ്പെടുക എന്നുള്ളതാണ്, ആത്മാവ് ബലപ്പെടുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഭൗതിക മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഇങ്ങനെ അത് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുക, അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. വി മസ്റ്റ് ബി സ്ട്രോങ് ഇൻ അവർ സ്പിരിറ്റ്. അവർക്കത് സംഭവിച്ചില്ല. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. ദൈവം പിന്നെയും കൊടുത്തു. പക്ഷേ അവരുടെ പ്രാണൻ ദൈവസന്നിധിയിൽ ബലപ്പെട്ടില്ല. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ പറയുകയാണ്, അവൻ ആത്മാവിൽ ബലപ്പെട്ടു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഹി വാക്സ്ഡ് സ്ട്രോങ് ഇൻ സ്പിരിറ്റ് എന്നാണ്. അപ്പോൾ നമ്മളുടെ ആത്മാവിലൊക്കെ ഒന്ന് ബലപ്പെടണം. അപ്പോൾ വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് തിരസ്കരിക്കാനായിട്ട് കഴിയണം, ചിലതിനെയൊക്കെ നീക്കിക്കളയാനായിട്ട് കഴിയണം. അതിനെല്ലാം ഊഴിയ വേലക്കാരായി കൂടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്ക് എല്ലാറ്റിനും മതിയായവനാണ്. ആ ഒരു തിരിച്ചറിവാണ് ഇസ്രായേൽ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്നത്. അവർ നീക്കിക്കളഞ്ഞില്ല, അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അവർ വിശ്വസിച്ചില്ല എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്താ ദൈവം ചെയ്തത് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ന്യായാധിപന്മാർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും. ഇതാണ് ദൈവം പറഞ്ഞത്, എൻ്റെ നിയമം ഞാൻ ഓർത്തെന്നൊക്കെ. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഒരിക്കലും ഞാൻ ലംഘിക്കയില്ല എന്നും. നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കി കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കുമെന്ന് ഞാൻ പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്തു? ഗോഡ് ഗേവ് ദം അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു, ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമലേഖനം 1-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെയാണ് കാണുന്നത്. മനുഷ്യർ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരുകയും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഗോഡ് ഗേവ് ദം അപ്പ് എന്നാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ ദൈവം ഇവരുടെ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് അവർ കേട്ടനുസരിക്കാതെ ഇരുന്നപ്പോൾ ദൈവം അവരെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ എന്ത് ചെയ്തു? കൈവിട്ട് കളഞ്ഞു. നമുക്ക് റോമലേഖനത്തിലേക്ക് പോയി 1-ാം അധ്യായത്തിൻ്റെ 26-ഉം 28-ഉം വാക്യങ്ങൾ വായിച്ചാൽ, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. മലയാളത്തിൽ ഏൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് സ്ട്രോങ് അല്ല. ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഗോഡ് ഗേവ് ദം അപ്പ് അല്ലേ? ഗോഡ് ഗേവ് ദം അപ്പ്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്നാണ്. അപ്പോൾ ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ പറയുന്നതല്ല, വചനത്തിൻ്റെ അധിഷ്ഠിതത്തിൽ പറയുകയാണ്, നമ്മളെ ആരും കൈവിട്ടാലും കുഴപ്പമില്ല. ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. സോ ഡോണ്ട് കം ടു ദാറ്റ് കണ്ടീഷൻ. അങ്ങനെ ദൈവം എന്നെ കൈവിട്ട് കളയുന്ന ഒരു അവസ്ഥയിലേക്ക്, കാരണം ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എപ്പോഴാണ് ദൈവം എന്നെ കൈവിട്ട് കളയുന്നത്? വെൻ ഐ ഗോ മൈ ഓൺ വേ. ദൈവം പറഞ്ഞത് കേൾക്കാതെ ഞാൻ എൻ്റെ വഴിയായിട്ട് പോകുമ്പോൾ ദൈവത്തിന് പോലും എന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവൻ്റെ വഴിക്കൊന്നും അവൻ പറഞ്ഞതനുസരിച്ച് വരുന്നില്ല. അപ്പോൾ പിന്നെ
നമ്മൾ പിള്ളേരുടെ കാര്യം പറയുന്ന പോലെ ഞാൻ പറഞ്ഞ വഴിക്ക് അവൻ വരുന്നില്ല, അതുകൊണ്ട് പോയ വഴിക്ക് അടിച്ചെന്ന് പറയുകയല്ലേ. അടിച്ച വഴിക്ക് പോയില്ല, അതുകൊണ്ട് പോയ വഴിക്ക് അടിച്ചെന്ന് പറഞ്ഞതുപോലെ എത്ര പ്രയോഗം പറഞ്ഞു നോക്കിയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഇവർ നന്നാകാനായിട്ട് ആകുന്നില്ല. മലയാളത്തിൽ പറയുന്ന പോലെ തല്ലണ്ടമ്മാവ നന്നാവില്ല എന്ന് പറഞ്ഞ ഒരു മനോഭാവത്തിലേക്ക് വന്നപ്പോൾ പിന്നെന്താ ചെയ്യാൻ പറ്റുള്ളൂ? വിട്ടുകളയുക എന്നുള്ളതേ ഉള്ളൂ. ശരി, എന്നാൽ പോയി അവർ ഒരു അറ്റം വരെ, ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പോയി അനുഭവിച്ചിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനോട് സംസാരിക്കാം. അല്ല, മുടിയൻ പുത്രൻ ചെയ്ത കാര്യം അത് തന്നെയാണ്. അതിനെ വിട്ടു, അവൻ പോയി, സുബോധം വന്നു കഴിഞ്ഞപ്പം മടങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ട് ഗോഡ് ഗേവ് ദം അപ്പ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പുതിയ നിയമത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇതാ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ഇവർ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവം പലതരത്തിൽ മടക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു നോക്കുന്നു, വിധേയപ്പെടാത്തത് കൊണ്ട് അവസാനം ദൈവത്തിനും അവരെ പക്ഷേ ഇതൊരു വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നമ്മളാരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് നോ പ്രോബ്ലം ഹൂവർ ലീവ്സ് യു. ദൈവം നമ്മളെ വിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കാനായിട്ട്, നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾക്കും കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ എപ്പോഴും ചേർന്നിരിക്കുന്നതും അവൻ നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്നതുമാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യവും ഒന്നുകൂടെ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലേ? നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. അപ്പോൾ ആരാ ലംഘിക്കുന്നത്? സാധാരണ നമ്മളാണ്. ദൈവം ഒരിക്കലും അത് ലംഘിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്ന് കൽപ്പിച്ചു, എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങളിങ്ങനെ ചെയ്തത് കൊണ്ട് ഐ ഓൾസോ ഹാവ് ടു ഡു സർട്ടൺ തിങ്സ്. നിങ്ങളിങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. അപ്പോൾ ദൈവത്തെ പ്രകോപിപ്പിക്കരുതെന്ന്. ദൈവത്തെ ഒരിക്കലും നമ്മൾ പ്രകോപിപ്പിക്കരുത്. ദൈവം നമുക്ക് പ്രതികൂലമായി പോയാൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. വേഗം വാക്യം പറഞ്ഞു വിട്ടപ്പം അതിന് അർത്ഥം വല്ലതും മനസ്സിലായെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം എതിർത്ത് നിൽക്കുന്നു പറഞ്ഞാൽ ഗോഡ് ഈസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് എന്നാണ്. മനസ്സിലായോ? ഐ എം ഓൺ ദിസ് സൈഡ്, ഗോഡ് ഈസ് ഓൺ ദി. അപ്പോൾ എനിക്ക് എതിരായിട്ട് ആര് നിന്നാലും കുഴപ്പമില്ല. ദൈവം എനിക്ക് എതിരായി പോയാലോ? ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞു, ദൈവം എൻ്റെ എതിരായി പോയി, പിന്നെ എന്നെ ആര് സഹായിക്കും? ആര് സഹായിപ്പാൻ വിചാരിച്ചാലും രക്ഷയില്ലാതായി പോകും. അതുകൊണ്ട് നിഗളം നല്ലതല്ല, ഇതുപോലെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് നല്ലതല്ല. അവൻ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടെ നിർത്താനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. ദൈവത്തെ അങ്ങേ സൈഡിലാക്കാനോ ദൈവം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാനോ ഉള്ള ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ദൈവത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ പ്രത്യേകം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ദൈവം ഇവരെ റിമൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു കാര്യവും ഇവർ പഠിക്കാതിരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ചോസൺ പീപ്പിൾ, എ ഹോളി പീപ്പിൾ വിത്ത് എ ഡെഫിനിറ്റ് പേർപ്പസ്. ദൈവം ഇവരെ തിരഞ്ഞെടുത്തതാണ്. ഇവരൊരു വിശുദ്ധ ജനമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വിശുദ്ധ ലക്ഷ്യം, ഒരു ഉദ്ദേശമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് അവരോട് സെപ്പറേറ്റ് ആയിട്ടിരിക്കാനായിട്ട് പറഞ്ഞത്. നമ്മളോടും പറയുന്നുണ്ട്, എന്താ? ബി സെപ്പറേറ്റ്. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തൊടരുത്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ ആയാൽ എങ്ങനെ. ബട്ട് യു ഷുഡ് നോ ദാറ്റ് സെപ്പറേഷൻ മേക്സ് അസ് സ്ട്രോങ് ആൻഡ് മിക്സിങ് വിത്ത് അതർ പീപ്പിൾ മേക്സ് അസ് വീക്ക്. നമ്മളെപ്പോഴാണ് കൂടുതൽ ബലവാന്മാരാകുന്നത്? വേർപാടാണ്. വേർപെട്ട് ദൈവത്തോട് മാത്രം ചേർന്നിരിക്കുന്നതാണ് നമ്മെ കൂടുതൽ ആത്മീയ കരുത്തുള്ളവരാക്കി തീർക്കുന്നത്. എല്ലാറ്റിൻ്റെയും കൂടി എല്ലാത്തിലും ചെന്ന് തലയിടുമ്പോൾ നമുക്കുള്ള ബലവും കൂടി ഇല്ലാതായി ചോർന്നു പോകും. യെസ്, ഐ ബിലീവ് ദാറ്റ്. അതുകൊണ്ട് സെപ്പറേഷൻ മേക്സ് അസ് സ്ട്രോങ്. നമുക്ക് ശക്തിയുള്ള വിശ്വാസികളായിട്ട് ഇരിക്കണമെങ്കിൽ വി മസ്റ്റ് ബി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർപാടെന്ന് പറഞ്ഞാൽ എന്താ? ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റേതാണ്, ഞാൻ വേറെ ആർക്കും ലഭ്യമല്ല. വിശുദ്ധി എന്ന് പറഞ്ഞാലും അതാ, വേർതിരിക്കപ്പെട്ടത്. ആർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത്? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടത്. നോട്ട് അവൈലബിൾ ഫോർ എനിവൺ. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പം ദേ ബിക്കെയിം അവൈലബിൾ ഫോർ എവരി വൺ എൽസ്. അയൽവക്കത്തുള്ള ജാതികൾക്കും ബലി അർപ്പിക്കുന്ന ബാലിനും അശേരാത്ത് പ്രതിഷ്ഠയ്ക്കും എല്ലാം ഇവർ അവൈലബിളായി. അങ്ങനെ അവൈലബിൾ ആയപ്പോഴാണ് ദൈവത്തിന് അവരോട് ഇഷ്ടം കുറഞ്ഞത്. അങ്ങനെ ഇരിക്കാനല്ല ദൈവം. അവർ വീക്കായിപ്പോയി, അവർ അടിമത്തത്തിലായിപ്പോയി, അവർ നിലവിളിക്കേണ്ടതായിട്ട് വന്നു, ദൈവം ഇടപെടേണ്ടതായിട്ട് വന്നു. സോ സെപ്പറേഷൻ നല്ലതോ ചീത്തയോ? വാട്ട് ഡു യു തിങ്ക്? സെപ്പറേഷൻ മേക്സ് അസ് സ്ട്രോങ്. ഞാൻ പറഞ്ഞ പദം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഐസൊലേഷൻ മേക്സ് അസ് സ്ട്രോങ് എന്നല്ല ഞാൻ പറഞ്ഞത്.
എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം? മെനി പീപ്പിൾ കൺഫ്യൂസ് ബിറ്റ്വീൻ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ. നമ്മൾ ഐസൊലേറ്റഡ് ആയിരിക്കണം, ആരോടും ഇടപെടാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നാം ഈ ലോകം വിട്ട് പോകേണ്ടി വരും എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഐസൊലേഷൻ, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് സെപ്പറേഷൻ. ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. നമുക്ക് വേർപാട് വേണം, പക്ഷേ നമ്മൾ ഒളിച്ചോടി ഒന്നിനോടും ബന്ധപ്പെടാതെ സമൂഹത്തിൽ ആരോടും ബന്ധമില്ലാതെ ജീവിച്ചാൽ അവരെ എങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും? വി മസ്റ്റ് റിമെയിൻ ഇൻ ദ വേൾഡ്. അവർ ലോകക്കാരാണ്, പക്ഷേ ലൗകികരല്ല. യു ആർ ഇൻ ദ വേൾഡ് ബട്ട് ദിസ് വേൾഡ് ഈസ് നോട്ട് ടച്ചിങ് യു. ആ തരത്തിലൊരു സെപ്പറേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുതന്നെയാണ് ദൈവം ഇവരെക്കുറിച്ചും. ഇവർ കനാനിൽ തന്നെ കാണണം, ആ ദേശത്തെ ഇവരെ അവകാശപ്പെടുത്തണം, പക്ഷേ അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും കണ്ടുപഠിക്കാനായിട്ട് പാടില്ല. ഈ തരത്തിലുള്ളൊരു സെപ്പറേഷനെ കുറിച്ചാണ് ദൈവം ഇവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അവരൊരിക്കലും അത് മനസ്സിലാക്കിയില്ല. അതിനുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ, കീപ് ക്ലോസ് ടു ഗോഡ്. ദൈവം പറഞ്ഞു, എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് വസിക്കുക എന്നുള്ളതാണ് ഈ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള എളുപ്പവഴി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അവരെ ദൈവം അങ്ങനെ ആണോ ഇരിക്കുന്നതെന്നുള്ളതിനായിട്ട് പലപ്പോഴും പരീക്ഷിച്ചറിയാനായിട്ട് പല വഴികളിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലൊക്കെയാണ് ഇവർ പരാജയപ്പെട്ടു പോയത്. ഗോഡ് വിൽ ടെസ്റ്റ് അസ്. നമ്മൾ അങ്ങനെ ദൈവത്തോട് അടുത്താണോ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് ചിലപ്പോൾ ഒക്കെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഗിദെയോൻ തന്നെ വിളിച്ചുകൊണ്ട് വന്ന ആളുകൾ അത്രയും പേര് വേണോ വേണ്ടയോ എന്ന് അറിയാനായിട്ട് ദൈവം എന്താ ചെയ്തത്? അവരെ ഇത്രയും പേര് കൂടുതലാണ്, ഇവർ വേണ്ട. ഗിദെയോനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ, 7:4. യഹോവ പിന്നെയും ഗിദെയോനോട് ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. ഞാനിപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ അവരെ പരിശോധിച്ചു തരാം. അപ്പോൾ ദൈവം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. ഞാൻ അവരെ പരിശോധിച്ച് തരാം എന്നാണ് ദൈവം പറയുന്നത്. ഐ വിൽ ടെസ്റ്റ് ആൻഡ് പ്രൂവ്. ആരെ വേണം ആരെ വേണ്ടെന്നുള്ളത് ഞാൻ. ഇപ്പോൾ നമ്മൾ ചില ജോലികൾക്കോ വിദേശത്തോ ഒക്കെ പോവുകയാണെങ്കിൽ എന്തുണ്ട്? ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതിന് മെഡിക്കൽ ചെക്കപ്പ്, ഇത് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഇവർക്കുണ്ടോ, അവിടെ ചെന്നാൽ വല്ല കുഴപ്പമുണ്ടാകുമോ എന്നുള്ളത് പരിശോധിച്ച് രാജ്യത്തിന് അറിയേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവം പറയുകയാണ്, ഞാൻ അവരെ പരിശോധിച്ച് തരാം. ഐ വിൽ ടെസ്റ്റ് ദം, ഐ വിൽ പ്രൂവ് ദം. അങ്ങനെ അപ്പോൾ ദൈവം നമ്മളെ എന്തിൽ കൂടി കടത്തി വിടും? പരിശോധനയിൽ കൂടി എന്തിനാ? ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്കുണ്ടോ എന്ന് അറിയാനായിട്ട്. കാരണം ദൈവം പറയുന്നത് ചിലപ്പോൾ വെറും മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും. ഈ ജനത്തോട് പറഞ്ഞതൊക്കെ ദൈവം പറഞ്ഞത് മണ്ടത്തരമായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ കാഴ്ചപ്പാടിൽ വളരെ ഫൂളിഷായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു കുടം എടുത്തോ ഒരു പന്തം എടുത്തോ, അവിടെ വലിയ വാളും വലിയ പാറ്റൻ ടാങ്കും ഒക്കെ ആയിട്ട് ആളുകൾ ഇരുമ്പ് രഥം, അത് ഇവരുടെ ചിന്തയായിരുന്നു, ഇരുമ്പ് രഥം കളയണ്ട, കാരണം ശത്രുക്കൾ വരുമ്പോൾ ഒരു ഇരുമ്പ് രഥം നമുക്കും ഉപകരിക്കും, എപ്പോഴെങ്കിലും ഉപകരിക്കും, ഒരെണ്ണം ഇരിക്കട്ടെ എന്ന്. ഈ ആളുകളെയൊക്കെ വെറുതെ കൊന്നു കളയേണ്ട, അവരെയൊക്കെ ഒഴിവേലക്കാരാക്കി വെക്ക്, നമുക്ക് എപ്പോഴെങ്കിലും ഇല്ല, ഉപകരിച്ചില്ല, അത് നമുക്ക് ഉപദ്രവമായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിരിക്കുമെന്ന് അവർ വിചാരിച്ചതെല്ലാം അവർക്ക് എന്തായിട്ട് മാറി? ഉപദ്രവമായിട്ട് മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വേണ്ടാന്ന് ദൈവം പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദൈവം പറഞ്ഞതിനപ്പുറത്തു കൂടെ ഉപകാരമാകുമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഒരിക്കലും അത് ഉപകാരമാകാൻ പോകുന്നില്ല. കാരണം 33-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം ജാതികളുടെ ആലോചനയെ നിഷ്ഫലമാക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. അതിനൊരിക്കലും മാറ്റം വരികയില്ല. യഹോവ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് ഞാൻ നടപ്പാവും. അതൊരിക്കലും മാറുകയില്ല. യെശയ്യാവ് 14:24-27 വാക്യങ്ങൾ വേണമെങ്കിൽ വായിക്കാം. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഐസായ 14:24-27. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. ദൈവം സാധാരണ ഒത്തിരി ഒന്നും ആണയിടാറില്ല. ഇവിടെ ആണയിട്ട് അരുളി ചെയ്യുന്ന പറഞ്ഞാൽ വെരി സ്ട്രോങ് എന്ന് അതിന്റെ അർത്ഥം. ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാര്, അത് മടക്കുന്നവൻ ആര്? യു കനോട്ട് ബെൻഡ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. യു ക്യാൻ ബെൻഡ് യുവർ ഹാൻഡ്, ബട്ട് യു കനോട്ട് ബെൻഡ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൈ മടക്കാൻ നമുക്ക് ദൈവത്തോട് ഒരിക്കലും പറയാനൊക്കെയല്ല. ഞാൻ കൈ നീട്ടിയിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും. എന്നെ തടുക്കുന്നവൻ ആര്? നിങ്ങളുടെ കൈ വേണമെങ്കിൽ നിങ്ങൾ മടക്കിക്കോണമെന്ന്, നിങ്ങളുടെ തീരുമാനം വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോണം. ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാൻ ആണയിട്ട് തീരുമാനിച്ചിരിക്കുന്നു, ഐ വിൽ നെവർ ചേഞ്ച്. കാരണം ദൈവത്തിന് ഒരിക്കലും ഒരു ആലോചനയും പുനഃപരിശോധിക്കേണ്ടതായി വരുന്നില്ല.
അങ്ങനെ പുനഃപരിശോധിക്കുവാൻ, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല, മാറ്റി പറയുവാൻ, അനുദപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അതുകൊണ്ട് നമുക്കാണ് മാറ്റം വരേണ്ടത്. ദൈവത്തിന് മാറ്റമൊന്നും വരാനില്ല. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും അവനൊരു മാറ്റവും വരേണ്ടതായിട്ടില്ല. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതിവരെ പഠിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ ജനം അത് വേണ്ടതുപോലെ പഠിച്ചില്ല. ദേ ഫർഗോട്ട് that God has selected them for a definite purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഇവരെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം അവർ മറന്നുപോയി. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു ഇവരെ തിരഞ്ഞെടുത്തത്? To tell the world a basic truth that there is only one living God and there is a word of God that is settled in heaven forever and we are his witnesses. അല്ലേ? ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തോട് ഉറക്കെ ഒരു സത്യം പ്രസ്താവിക്കാനുണ്ടായിരുന്നു. ഏകസത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുണ്ട്. ആ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അവൻ്റെ വായിൽ കൂടി വരുന്ന എല്ലാ വചനങ്ങൾ കൊണ്ടുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തക്ക സമയത്ത് അവൻ തൻ്റെ വചനം വെളിപ്പെടുത്തും, അവൻ ഞങ്ങളെ ജീവിപ്പിക്കും. ഇതായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്. അതിന് പകരം അവരതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ജാതികളോട് ഇടകലർന്നു, അവരെ നീക്കിക്കളഞ്ഞില്ല, അവരുടെ ഇരുമ്പ് രഥങ്ങളിൽ ആകൃഷ്ടരായി തീർന്നു. അപ്പോൾ ദൈവത്തിന് അവരെ കൈവിട്ട് കളയേണ്ടതായി വന്നു. ദൈവം അവരെ ഗേവ് ദം അപ്പ്. എനിക്ക് ആ പ്രയോഗമാണ് ഇഷ്ടം. ഗോഡ് ഗേവ് ദം അപ്പ്. മലയാളത്തിന് അത്രയും ഒരു ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പദം ഉപയോഗിക്കുകയാണ്. ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. എന്നാൽ കർത്താവ് കാൽവറിയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തിനാ? നമ്മുടെ നിലവിളിയാണ്. കർത്താവിനെ കൈവിട്ടതല്ല, നമ്മുടെ നിലവിളി ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇവരെ കൈവിടരുത്. എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ അവസ്ഥ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇവരെ കൈക്കൊള്ളണമേ, ഇവരെ സ്വീകരിക്കണമേ. ആ കർത്താവിൻ്റെ നിലവിളിയിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ എതിർപക്ഷത്തേക്ക് മാറി നിൽക്കാൻ ഇടയാകാതെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അങ്ങനെയാണ് ഈ ജനത്തെയും ദൈവം കൊണ്ടു നടന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, വൈ ഡോണ്ട് പീപ്പിൾ മേക്ക് പ്രോഗ്രസ് ഇൻ ദെയർ ക്രിസ്ത്യൻ ലൈഫ്? ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് ആഗ്രഹിച്ചതുപോലെ ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല, സാർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചിലപ്പോൾ ഒക്കെ പ്രാർത്ഥിക്കാറുമുണ്ട്, കാരണം അവരുടെ ആഗ്രഹമാണല്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം നടക്കുമോ? ഇല്ല. വൈ ഡോണ്ട് പീപ്പിൾ മേക്ക് പ്രോഗ്രസ് ഇൻ ദെയർ ക്രിസ്ത്യൻ ലൈഫ് ഈവൻ ദോ സോ മെനി പീപ്പിൾ വോണ്ട് ടു മേക്ക് പ്രോഗ്രസ്? ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണം, വളരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും കഴിയാതിരിക്കുന്നു. എന്തുകൊണ്ട്? ചിലപ്പോൾ അങ്ങനത്തെ ആളുകൾ എൻ്റെ കേൾവിക്കാരുടെ കൂട്ടത്തിലും ഉണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോഴായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങോട്ട് വന്നു, ഇന്നിവിടെ ദൈവസാന്നിധ്യം വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്, വളരാത്തവരൊക്കെ വളരാൻ പോകുന്നു, വീഴാത്തവരൊക്കെ വീഴാൻ പോകുന്നു, ഉരുളാത്തവരൊക്കെ ഉരുളാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഉത്സാഹമായി. ദൈവദാസൻ പോയി, ഉരുള നേർച്ചയും പോയി, വീഴ്ച നേർച്ചയും പോയി, ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ. ശങ്കരൻ ഈസ് അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. പീപ്പിൾ ഹൂ സ്പെൻഡ് മച്ച് ഓഫ് ദെയർ ടൈം ഇൻ ഡിസൊബീഡിയൻസ് മേക്ക് ഓൺലി ലിറ്റിൽ പ്രോഗ്രസ്. അനുസരണക്കേടിൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ വളരെ പെതുക്കെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ, അല്ല മുന്നോട്ട് പോകത്തേ ഇല്ല. എന്താണ് കാരണം? ഇപ്പോൾ പിടികിട്ടി കാണും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഉത്തരവ് കിട്ടിയെന്ന് തോന്നുന്നു. ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാത്ത ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. കാരണം അനുസരണം കെട്ട മക്കളെ നമ്മൾ എന്ത് ചെയ്യും? കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഗേവ് ദം അപ്പ്. പറഞ്ഞു നോക്കി, തല്ലി നോക്കി, ഉപദേശിച്ച് നോക്കി, പലയിടത്ത് വിട്ടു നോക്കി, കൗൺസിലിംഗ് കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്നാൽ ഒന്ന് അനുസരിച്ച് നോക്കിയേ. ഇഫ് യു ഒബേ ഗോഡ്, ഒബീഡിയൻസ് മേക്സ് പ്രോഗ്രസ്. അനുസരണത്തിൽ കൂടി മാത്രമേ പുരോഗമനം. കാരണം എവിടെ ഇതെല്ലാം തുടങ്ങിയത്? നമ്മുടെ ഈ വീഴ്ചയും പ്രശ്നം എല്ലാം തുടങ്ങിയത് എവിടെ? അനുസരണക്കേടില്ല. അതുകൊണ്ട് ഒന്നുകിൽ അനുസരണത്തിനായി നീതിയുടെ ദാസന്മാർ, അല്ലെങ്കിൽ അനുസരണക്കേടിനായി പാപത്തിൻ്റെ ദാസന്മാർ. അതാണ് ഈ പ്രശ്നം. അപ്പോൾ ദൈവം പറഞ്ഞതൊന്നും അനുസരിക്കാൻ മനസ്സില്ലാതെ വരുമ്പോൾ നാം ഒരിക്കലും ആത്മീയമായിട്ട് എത്ര ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാലും, എത്ര ഉരുണ്ടാലും, എത്ര വീണാലും, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ നിലംപരി ചാകുകയെന്നൊക്കെ പറയാം. അത് ദൈവത്തിൻ്റെ കൃപ. പക്ഷെ മുന്നോട്ട് പോയൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിച്ചെങ്കിലേ വെക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാം, ഞങ്ങൾ അവൻ്റെ വചനം അനുസരിക്കും, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. നോഹ അങ്ങനെ തന്നെ ചെയ്തു, അബ്രഹാം
അങ്ങനെ തന്നെ ചെയ്തു, മോശ അങ്ങനെ തന്നെ ചെയ്തു, നമുക്കും അങ്ങനെ തന്നെ ചെയ്താൽ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഒരുപാട് പോകുന്നതിന് മുമ്പ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ എനിക്ക് താല്പര്യമുണ്ട്. യോശുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമ്മൾ ഈ രണ്ട് പുസ്തകത്തിൽ ഒരു ജനത്തെയാണ് കാണുന്നത്, പക്ഷേ രണ്ട് മാനസിക അവസ്ഥകളിലാണ് ഇവർ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. യോശുവയുടെ പുസ്തകത്തിൽ നിന്നപ്പോൾ ദേവർ എന്താ വൈബ്രേറ്റിംഗ് വിത്ത് ജോയ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ത്രസിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ഞങ്ങളൊന്നും അല്ലാഞ്ഞ ആളുകൾ, അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ, ഞങ്ങളെ ദൈവം പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ നട്ടിട്ടില്ലാത്ത വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ, ഞങ്ങൾ പണിതിട്ടില്ലാത്ത വീടുകൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടുമെന്ന് 5 ഏക്കർ കിട്ടിയിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഒരു സുന്ദരമായ സ്ഥലത്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദേ വർ ഫുൾ ഓഫ് ജോയ്. ബട്ട് ഇൻ ജഡ്ജസ് എന്താ സംഭവിക്കുന്നത്? അവർ അന്തർമുഖന്മാരായി ദുഃഖിച്ചു പോയി. കാരണം അവർ പലപ്പോഴും എന്തിനായിപ്പോയി? അടിമത്തത്തിലായിപ്പോയി. നിങ്ങൾ ആ ചാർട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? 40 കൊല്ലം ഫെലിസ്തീർ വന്ന് പീഡിപ്പിച്ചു, മിദ്യാര്യന് വന്ന് പീഡിപ്പിച്ചു, എഗ്ലോൻ വന്നു. എത്ര രാജാക്കന്മാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അവരിങ്ങനെ പീഡനത്തിലായപ്പോൾ അവരുടെ ജോയ് എല്ലാം പോയി, അവരുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. സോ ഇൻ ജോഷുവ ദേ വെർ ഫുൾ ഓഫ് ജോയ്, ബട്ട് ഇൻ ജഡ്ജസ് ദേ വെർ ഫുൾ ഓഫ് സാഡ്നെസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞത്. 2, ഇൻ ജോഷുവ ദേ ഹാഡ് എ ഹെവൻലി വിഷൻ. ഒരു സ്വർഗീയ ദർശനമൊക്കെ അവർക്കുണ്ടായിരുന്നു. ദൈവം അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പോകുന്നു, ശത്രുക്കളെ നീക്കിക്കളയാൻ പോകുന്നു, ഞങ്ങളിപ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്, ഞങ്ങൾ മരണ യോർദാനെ കടന്നിരിക്കുന്നു എന്നൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ജഡ്ജസ് ദെയർ വിഷൻ ഈസ് എർത്ത്ലി വിഷൻ. ഇവിടെ സ്ഥലം കിട്ടി, ഇനി ഇത് കൃഷി 5 സെൻറ്റ് ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. 5 ഏക്കർ കിട്ടിയപ്പോഴത്തേക്ക് ഇത് മുഴുവൻ കൃഷി ചെയ്യണമെങ്കിൽ വലിയ മെനക്കേടാ. അപ്പോഴല്ല കനാന്യരെ ഊഴിയ വേലക്കാരായി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർ പണിയൊക്കെ ചെയ്തോളും, അവർ കെട്ടിടങ്ങളൊക്കെ പണിതോളും, അവർ ബാക്കി നമ്മളിങ്ങനെ ചൂഷണമൊക്കെ ചെയ്ത് മുതലാളിമാരായിട്ട് ഇരുന്നാൽ മതി. അധികാരം കിട്ടുന്നവരെ തൊഴിലാളി, അധികാരത്തിൽ വന്നപ്പം മുതലാളി എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ചിലർക്കൊക്കെ മുതലാളി ഭാഷ എന്നൊക്കെ നിങ്ങൾ ഇവിടെ കേട്ട് കാണും. അപ്പം മുതലാളിമാരെ പോലെ പെരുമാറാൻ തുടങ്ങി ഈ തൊഴിലാളികൾ. അടിമത്തത്തിലിരുന്ന ആളുകൾ ഇപ്പോൾ ആരായിട്ട് മാറുകയാണ്? അവരുടെ വിഷൻ പോയി, ഇത് സ്വർഗീയ ദർശനമൊക്കെ പോയിട്ട് ഇപ്പോൾ അവർക്ക് ഭൗമിക ദർശനമാണ്. സി ദ ഡിഫറൻസ്. ഇത് നമുക്ക് സംഭവിക്കാവുന്നതാണ്. രക്ഷയിലേക്ക് വന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഈ ഭൂമി മുഴുവൻ ഒരുക്കി തന്നാലും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ കർത്താവ് മതിയെന്നൊക്കെ പോയി. ഇപ്പോൾ പറയുന്നൊരു അല്പം ഭൂമിയും ഇച്ചിരി പൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഒരു 10 ലക്ഷം രൂപ എൻ്റെ പേരിൽ ഇട്ടാൽ മതിയായിരുന്നു, ബാക്കി അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ജീവിച്ചോളാമായിരുന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് പറഞ്ഞത് എനിക്ക് കർത്താവ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നായിരുന്നു. ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. വീണ്ടും നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് പോയാൽ അവർ എന്തായി? യോർദാൻ കടന്നു, എരിഹോ മതിൽ ഇടിച്ചു. എനിക്ക് വന്ന് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുള്ള പാട്ടൊക്കെ പാടിയായിരിക്കും. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിന് വലുപ്പം സാരമില്ല. പാട്ട് പാടിയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പാടാത്തത് എന്നൊക്കെ പറഞ്ഞ് അവർ ഒന്നിച്ച് നാം ആർപ്പിട്ടെന്നാൽ കൽമതിൽ വീഴും. പാട്ട് പറയാൻ പാടില്ല. അങ്ങനെ കൽമതിലൊക്കെ വീണ് എല്ലാം ഭയങ്കര ആർപ്പും ജയവും ഘോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ കിടക്കുന്നു പരാജയപ്പെട്ട അടിമകളായി, അല്ലേ? അവിടെ ജയമായിരുന്നു, ഇവിടെ എന്തുണ്ട്? പരാജയം. വീണ്ടും നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് പോയാൽ ദേ വർ മേക്കിംഗ് ഗ്രേറ്റ് പ്രോഗ്രസ്. ഭയങ്കര മുന്നേറ്റമായിരുന്നു. മുന്നേറിച്ചെല്ലാം എന്നൊക്കെ പാട്ടൊക്കെ പാടിയായിരിക്കും അവർ. ക്രിസ്തുവിൻ പോരാളികളെ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവർ ഭയങ്കര ആർത്തൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയത്. ഇപ്പോൾ എന്താ പറയണത്? പിന്നോട്ട് പോകാം. ഒരു പിന്മാറ്റത്തിലായി. അവർ കർത്താവിനെ ഉപേക്ഷിച്ചു. അവർക്ക് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട്. അപ്പോൾ മുന്നേറ്റം എല്ലാം പോയിട്ട് പിന്നോട്ട് പോകുന്ന ഈ ഒന്നിനെ കണ്ടിട്ടുണ്ടോ? 2 കൈ മുന്നോട്ട് വെച്ചാൽ 4 കൈ നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടില്ല. നിറം മാറുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ദേ മേക്ക് ലിറ്റിൽ പ്രോഗ്രസ്. അവർ സ്ട്രാറ്റജിക് ആയിരിക്കും ചിലപ്പോൾ. 2 കൈ മുമ്പോട്ട് വെച്ചാൽ ഇനിയത്തെ പ്രാവശ്യം ഒന്ന് നോക്കണം കേട്ടോ. 2-3 കൈ പുറകോട്ട് വയ്ക്കും. പിന്നെ 2. അപ്പോൾ ടോട്ടൽ നോക്കിയാൽ മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ? ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. അവിടെ ഭയങ്കര മുന്നേറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടോട്ടൽ ലെങ്ത് പരിശോധിച്ച് നോക്കിയപ്പം 10 അടി പുറകോട്ടാണ് പോയിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾ യോശുവയുടെ പുസ്തകം നോക്കിയാൽ ഭയങ്കര വിശ്വാസത്തിലാണ് ഈ മതിലിടിച്ചിട്ടത്, വിശ്വാസത്തിലാണ് യോർദാൻ കടന്നത്, വിശ്വാസത്തിലാണ് എല്ലാം പിടിച്ചെടുത്തത്. അന്നേരം പറഞ്ഞു കാണും, ഞങ്ങൾ കാഴ്ചയാലല്ല ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കാണുന്ന പോലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിശ്വാസം അതെന്ത് സാധനം?
ഞങ്ങളിപ്പം നോക്കിയിട്ട് അവിടെ ഇരുമ്പ് രഥം കാണുന്നു, ഇവിടെ നോക്കിയിട്ട് ഞങ്ങൾ വേറെ വേറെ ജാതികളെ കാണുന്നു. അവരുടെ ദർശനം നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, അവർ കാഴ്ചപ്രകാരം. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം നിങ്ങൾ നോക്കിയാൽ ദേ വർ ഇൻ ഗ്രേറ്റ് ഫ്രീഡം. ഞങ്ങൾ വന്നു, രക്ഷപ്പെട്ടു, വി ഹാവ് അറൈവ്ഡ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ദേ ആർ ഇൻ സ്ലേവറി. അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി, അവർ അടിമത്തത്തിലായി. ആരെങ്കിലും വന്ന് അവരെ ഒന്ന് വിടുവിക്കേണ്ടതായിട്ടുള്ള ഗതികേട്. അപ്പോൾ യോശുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകം കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ഗ്രേറ്റ് ഡിഫറൻസ്. അവിടെ ഉണ്ടായിരുന്ന ആഘോഷവും അവിടെ ഉണ്ടായിരുന്ന ആ ജയവും അവിടെ ഉണ്ടായിരുന്ന സന്തോഷവും ഒന്നും എവിടെ കാണുന്നില്ല, ന്യായാധിപന്മാരിൽ കാണുന്നില്ല. എന്താ കാര്യം? അവനവന് ബോധിച്ചതുപോലെ നടന്നു. അവർ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതിന് പകരം അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതിനായിട്ട് തീരുമാനിക്കാം. ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്, കാരണം നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ ഏത് പുസ്തകം അഴുക്കെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഈ എല്ലാം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അതിലൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഓരോന്നും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും മോശമാണെന്ന് പറയാൻ തോന്നുന്നില്ല, പക്ഷേ ഏറ്റവും മനോഹരമാണ്. ഈ പുസ്തകം റിവീൽസ് ദ വിക്കറ്റ്നെസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അതിൻ്റെ കാപട്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. കാരണം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ 2-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളോട് വായിച്ചോട്ടെ, ഒരു 5 മിനിറ്റ് കൂടെ. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. 17-ാം വാക്യം. ഞാൻ സ്പീഡ് വായിപ്പിക്കാം, വേഗം പോകാം. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്നും വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. 19-ാം വാക്യം. എന്നാൽ ന്യായാധിപന്മാർ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ സേവിച്ചു. കേട്ടോ, അപ്പോൾ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയും അവരനിഷ്ടമായിട്ടുള്ളത്, പിന്നെയും അവർ യഹോവയെ വിട്ടു. 8-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. 8-ന്റെ 33, 10-ന്റെ 6, 13-ന്റെ 1 ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നു. വീണ്ടും ആ പ്രയോഗമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെരി ക്വിക്ക്ലി ദേ ആർ ഗോയിങ് ബാക്ക്. 10-ന്റെ 6 ഇസ്രായേൽ മക്കൾ പിന്നെയും 13-ന്റെ 1 13 ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങനെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ പിന്നെയും യഹോവയ്ക്ക് പിന്നെയും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തെന്നല്ല, പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമാണ്. സോ ദ വിക്കറ്റ്നെസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്, മനുഷ്യ ഹൃദയത്തിൻ്റെ ആ വക്രത നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എത്ര പ്രാവശ്യം ദൈവം വിടുവിച്ചാലും, എത്ര അനുഭവങ്ങൾ വന്നാലും, അല്ലേ, ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം, എത്ര അനുഭവം ഉണ്ടായിട്ടും ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണെന്ന് പറയും. അതുകൊണ്ട് ഇവരും അങ്ങനെ തന്നെയാണ്. ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവർ പഠിച്ചില്ല. വീണ്ടും നോക്കണേ, ഈ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വിടുവിക്കാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങൾ നോക്കിയാൽ വെറും നിസ്സാരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. വലിയ ശക്തന്മാരെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. ഇടം കയ്യനായ ഒരു ഏഹൂദ്, അവന് വലം കൈ പോലും ഉപയോഗിക്കാൻ വശമില്ല. പിന്നെ ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ബലഹീന പാത്രം, ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശി, പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ലോ. ഒരു ദെബോര എന്ന് പറയുന്ന ഒരു ബലഹീന സ്ത്രീയെ ഉപയോഗിച്ച്, ഇടം കയ്യനായ ഏഹൂദിനെ ഉപയോഗിച്ചിട്ട്, ഗിദെയോൻ ആരായിരുന്നു? അവന് യുദ്ധം ഒന്നും പരിചയമുള്ള ഒരാളല്ല, ഗോതമ്പൊക്കെ കൊയ്ത് നടക്കുന്നവരു. പക്ഷെ ദൈവം വിളിക്കുന്നത് പരാക്രമശാലി എന്നാണ്. പിന്നെ ശങ്കറിനെ നമ്മൾ കാണുന്നുണ്ട് ഒരു മുടിങ്കോല് കൊണ്ട് എന്നാണ്. ശിംശോനെ നമ്മൾ കാണുന്നുണ്ട് ഒരു പച്ചത്താടി എല്ലുകൊണ്ട്. ദൈവത്തിന് അത്രയും മതി. ഒരു മുടിങ്കോലോ ഒരു ഇടം കയ്യനോ ഒരു പച്ചത്താടിയല്ലോ എന്തെങ്കിലും ദൈവത്തിന് കിട്ടിയാൽ മതി. അല്ലാതെ വലിയ വലിയ വാളും പരിചയം കുന്തവും ഇരുമ്പ് രഥവും ഒന്നും വേണമെന്നില്ല. ഗോഡ് ഹു യൂസസ് ലിറ്റിൽ തിങ്സ്. ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടത് ഉപകരണങ്ങളല്ല, ദൈവത്തിൻ്റെ കയ്യിൽ ചേർന്നിരിക്കുന്ന ആളുകളെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ദൈവം അതെങ്ങനെയാണ് നിവർത്തിക്കുന്നതെന്നറിയാമോ? ഈ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇങ്ങനെ ഇടം കയ്യനായ ആളുടെ ദേഹത്തേക്ക് എന്തു വന്നു? പരിശുദ്ധ 3-10. ചില വാക്യങ്ങൾ ഓടിച്ച് വായിക്കാം. 3-10. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. 3-10. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. 6-34. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. 11:29. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താവിന്റെ മേൽ വന്നു. 13:25. സോരേക്കും എസ്തോരയിലും മധ്യയുള്ള മഹദേധാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ശിംശോനെ യഹോവയുടെ ആത്മാവ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ സംഗതികളെ എടുത്ത് ദൈവം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല,
എൻ്റെ ആത്മാവിനാൽ അത്രേ. അവൻ്റെ ആത്മാവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ അവൻ്റെ കയ്യിൽ ചേർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. അവനോട് ചേർന്നിരിക്കുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചേർന്നിരുന്നാൽ ഹി ക്യാൻ ഡു എനിത്തിങ്. നമ്മുടെ വലുപ്പമല്ല, ദൈവത്തിൻ്റെ വലുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ നിസാരന്മാരായിരിക്കാം, ഒന്നിനും കൊള്ളാത്തവരായിരിക്കാം. സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ അർത്ഥത്തിലാണ്. നമ്മളങ്ങനെ വേർപെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഹി വിൽ ടേക്ക് യു ആൻഡ് യൂസ് യു. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അല്ലാതെ ഭയങ്കരന്മാരായ രാജാക്കന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടൊന്നും അല്ല. നിങ്ങൾ ഗിദെയോനെ, ശിംശോനൊക്കെ കണ്ണുകുത്തി പൊട്ടിച്ചിട്ട് പോലും കഥയൊക്കെ അറിയാമല്ലോ, തൻ്റെ കൈകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തൂണ് പിടിച്ചു കുലുക്കി താഴെ ഇട്ടിട്ടാണ്. ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ മരിച്ചപ്പോൾ. അപ്പം സിമ്പിൾ തിങ്സ് ആണ് ദൈവം ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ്സ് നോട്ട് ബൈ പവർ, ബട്ട് ബൈ മൈ സ്പിരിറ്റ് സെയ്ത് ദ ലോർഡ്. കർത്താവ് പറയുന്നത് അതാണ്, എൻ്റെ ആത്മാവിനാൽ. അവന് കഴിയാത്തത് ഒന്നുമില്ല. ആ കാര്യം തിരിച്ചറിയാനായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഈ പുസ്തകം അതാണ് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ഓരോ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ എന്ത് കുഴപ്പങ്ങളാണ് ഉണ്ടായെന്നുള്ളതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അത് ഒരല്പം ശ്രദ്ധാപൂർവം വായിച്ചാൽ എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അടുത്ത പുസ്തകം പഠിക്കാനായിട്ടും കർത്താവിൽ ശരണപ്പെടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ കർത്താവെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് അവൻ്റെ വാഗ്ദാനങ്ങൾ കേട്ട് കർത്താവ് വാഗ്ദത്ത നാട്ടിലെത്തിയെങ്കിൽ തന്നെയും നീക്കിക്കളയേണ്ടതിനെയൊക്കെ നീക്കിക്കളയാതെ കർത്താവെ അതിനെ ഊഴിയവേലക്കാരാക്കുകയും തങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്ത് അവരുടെ കുഴപ്പങ്ങളെ ഞങ്ങൾ കാണുന്നു. കർത്താവെ ഞങ്ങൾക്കും പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കർത്താവ് ഞങ്ങളതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നീ മാത്രം മതി, ഞങ്ങൾക്ക് എല്ലാറ്റിനും കർത്താവ് നീ മതിയായവനാണ്, നീ സർവ്വശക്തനാണ്, നീ കർത്താവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും കർത്താവെ സാധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ സൈന്യത്തിന് നേരെ കർത്താവ് പാഞ്ഞു ചെല്ലുമെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാറ്റിനും മതിയായ ദൈവമാകൊണ്ട് നിന്നോട് ചേർന്നിരിപ്പാൻ നീ ഞങ്ങളെ കൈവിട്ട് കളയുന്ന ഒരു സന്ദർഭവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം. കർത്താവ് നിന്നോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിൻ്റെ ആത്മാവിനല്ലത്രേ എന്നുള്ള തിരിച്ചറിവിൽ നിന്നിൽ പൂർണ്ണമായിട്ട് ചാരുവാൻ ഞങ്ങൾ ഓരോരുത്തരും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.